ലളിതാ സഹസ്രനാമം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇന്ന് 771 മുതൽ 780 വരെയുള്ള നാമങ്ങൾ നോക്കാം. അപ്പോൾ 771 വരുന്നത് ദുരാരാധ്യ ദുരാദർശ പാടല്ലി കുസുമപ്രിയ മഹതി മേരു നിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി. ആ ഭാഗങ്ങളിൽ വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 771 ദുരാരാധ്യ എന്ന് പറയുമ്പോൾ ആരാധിക്കാൻ വിഷമമുള്ളവളാണ് ദുരാരാധ്യ. അപ്പോൾ ദേവിയെ ആരാധിക്കാൻ ചഞ്ചലചിത്തന്മാർക്ക് കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിന് ഏകാഗ്രത വേണം എന്ന് പറയുന്നുണ്ട്. അതാണ് ദുരാരാധ്യ. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്തവർക്ക് ദേവിയെ ആരാധിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് ദുരാരാധ്യ എന്ന് പറയുന്നത്. ഇനി 772 നാമം ദുരാദർശ എന്ന് പറയുമ്പോൾ തോൽപ്പിക്കാൻ കഴിയാത്തവൾ. അപ്പോൾ ദേവിയെ കീഴടക്കാനോ തോൽപ്പിക്കാനോ മറ്റാർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് ദേവിയെ സ്വാധീനത്തിലാക്കാൻ നിസ്വാർത്ഥമായ ഭക്തിയും തപശ്ചര്യയും ഒക്കെ വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ദേവിയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും. അതുകൊണ്ടാണ് ദുരാദർശ എന്ന് പറയുന്നത്. ഇനി 773 നാമം പാടല്ലി കുസുമപ്രിയ എന്ന് പറയുമ്പോൾ പാതിരിപ്പൂവ് ഇഷ്ടമുള്ളവൾ. അപ്പോൾ ശിവന് കൂവളത്തിൻ്റെ പൂവാണ് ഇഷ്ടം, പാർവതി ദേവിക്ക് പാതിരിപ്പൂവാണ് ഇഷ്ടം എന്ന് പറയുന്നു. അതാണ് പാതിരിപ്പൂവ് ഇഷ്ടമുള്ളവൾ എന്ന അർത്ഥത്തിൽ പാടല്ലി കുസുമപ്രിയ. ഇനി 774 നാമം മഹതി. മഹതി പൂജിക്കപ്പെടുന്നവൾ, എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൾ എന്നർത്ഥം. സർവപ്രപഞ്ചങ്ങളും ദേവിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ദേവി പ്രപഞ്ച സമൂഹങ്ങളെക്കാളും വലുതാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ശ്രേഷ്ഠയായവൾ എന്നുള്ള അർത്ഥമാണ് മഹതി. ഇപ്പോൾ നമ്മൾ മഹാൻ മഹതി എന്നൊക്കെ പറയില്ലേ, അവിടെ മഹതി എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠ എന്നാണ് അർത്ഥം പറയുന്നത്. ഇനി 775 നാമം മേരുനിലയ. മേരുനിലയ മഹാമേരു പർവ്വതം തന്നെ നിലയമായിട്ടുള്ളവൾ. അപ്പോൾ നമ്മൾ 55 നാമത്തിൽ പറയുന്നുണ്ട് സുമേരു മധ്യശൃംഗസ്ഥ എന്ന്. അപ്പോൾ സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു ശൃംഗത്തിൽ, ഒരു കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രീചക്രം, മേരു പ്രസ്ഥാര രൂപത്തിലുള്ള ശ്രീചക്രം തന്നെ ആവാസസ്ഥാനമായവൾ എന്നും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ നാമത്തിൽ സുമേരു മധ്യശൃംഗസ്ഥ എന്ന് പറയുമ്പോൾ മേരു പർവ്വതത്തിനെ കുറിച്ചും അതിൻ്റെ പർവ്വതത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിലയം, എന്താ പറയുക, വാസസ്ഥാനമുള്ള ദേവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത് മേരു നിലയ. അതായത് മേരു പർവ്വതം, മഹാമേരു പർവ്വതം തന്നെ നിലയമായിട്ടുള്ളവൾ, അതാണ് ദേവി. ഇനി 776 നാമം മന്ദാര കുസുമപ്രിയ. മന്ദാര കുസുമങ്ങൾ ഇഷ്ടപ്പെടുന്നവൾ. മന്ദാരം സ്വർഗലോകത്തുള്ള ഒരു വൃക്ഷമാണ്. അപ്പോൾ കൽപ്പവൃക്ഷങ്ങളിൽ ഒരു വൃക്ഷം ആണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കുസുമം ഇഷ്ടപ്പെടുന്ന ദേവി എന്നർത്ഥം. അപ്പോൾ മന്ദാരം ഭൂമിയിലുമുള്ള ഒരു വൃക്ഷത്തിൻ്റെ പുഷ്പമാണ് മന്ദാരം. ആ മന്ദാരത്തിന് വെള്ള എരുക്ക് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ള എരുക്കിൻ്റെ പൂവ് ഇഷ്ടപ്പെടുന്ന ദേവി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മന്ദാര കുസുമപ്രിയ. അങ്ങനെ കുറേ കുസുമങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പം തന്നെ ഈ ഒരു ഇതിൽ 773 നാമത്തിൽ പറഞ്ഞല്ലോ, പാടല്ലി കുസുമപ്രിയ. ഇവിടെ മന്ദാര കുസുമപ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഞാൻ 2 കുസുമങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവി എന്ന് പറഞ്ഞു. അതാണ് മന്ദാര കുസുമപ്രിയ, മന്ദാര കുസുമങ്ങൾ ഇഷ്ടപ്പെടുന്നവൾ. ഇനി 777 വീരാരാധ്യ. വീരാരാധ്യ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. അപ്പോൾ വീരന്മാരെന്ന് പറയുമ്പോൾ ധൈര്യവും പരാക്രമശീലവുമുള്ള ഒരു യോദ്ധാവിനെയാണ് വീരശബ്ദം കുറിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ വീരന്മാരാണ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് വിജയശ്രീലാളിതരായിട്ടൊക്കെ വരുമ്പോൾ അവർ വീരനാണ്, ധീരനാണ് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ അവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നും. ദേവി പ്രസാദം കൊണ്ട് യോദ്ധാക്കൾ തന്നെ അവർ വീരന്മാരാകുന്നു എന്നും സൂചനയുണ്ട്.
ഇനി വീരൻ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് വീരൻ എന്ന പദത്തിന് നടൻ എന്ന അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ നടന ചാതുരി, ഒരു നടൻ്റെ ഒരു വൈദഗ്ധ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്കിൽ എന്ന് പറയുന്നത് അഭിനയിക്കാനുള്ള ഒരു കഴിവാണല്ലോ. ആ ചാതുരി ദേവീ കടാക്ഷം കൊണ്ടുണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ വീരൻ എന്ന പദത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട്. അഗ്നി എന്നും വിഷ്ണു എന്നും പിന്നെ അതുപോലെ ഭീഷ്മർ എന്നും വീരഭദ്രൻ എന്നും അർത്ഥങ്ങളുണ്ട്. അഗ്നി എന്ന അർത്ഥം പറയുകയാണെങ്കിൽ അഗ്നിയാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി. ഇനി വീരൻ എന്ന് പറയുന്നതിന് വിഷ്ണു എന്നാണെങ്കിൽ വിഷ്ണുവിനാൽ ആരാധിക്കപ്പെടുന്നവൾ ദേവി. ഇനി ഭീഷ്മർ എന്ന പദം കൊടുക്കുകയാണെങ്കിൽ ഭീഷ്മരാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി എന്നും, വീരഭദ്രൻ എന്ന അർത്ഥവുമുണ്ട് വീരന്. അപ്പോൾ വീരഭദ്രനാൽ ആരാധിക്കപ്പെടുന്ന ദേവി എന്നും പറയാം. അങ്ങനെ വീരാരാധ്യ എന്ന് പറയുമ്പോൾ വീരന്മാരാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി എന്ന അർത്ഥം. അല്ലെങ്കിൽ ധൈര്യവും പരാക്രമശീലവുമുള്ള യോദ്ധാക്കൾ, അതാണ് വീരന്മാർ, അവരാൽ ആരാധിക്കപ്പെടുന്നവൾ ദേവി എന്നർത്ഥം. ഇനി 778 നാമം വിരാട് രൂപ. വിരാട് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഭൂമിയും കുറച്ച് സ്ഥലവും അല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങളും അതുപോലെ സർവ്വഗ്രഹങ്ങളും പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മാണ്ടങ്ങൾ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിൽ. ഇതിന് എല്ലാത്തിനും കാരണമായത് പരബ്രഹ്മമായ വിരാട് രൂപമാണ് എന്നും, ആ വിരാട് രൂപമാണ് ദേവി, ആ വിരാട് രൂപമാണ് ദേവി എന്ന് പറയുന്നത്. ആ വിരാടിൻ്റെ തന്നെ രൂപം ധരിച്ചവൾ. അപ്പോൾ സർവ്വപ്രപഞ്ചത്തിലും വ്യാപിച്ചു നിൽക്കുന്ന സർവത്തിൻ്റെയും കാരണമായ പരബ്രഹ്മ രൂപമാണ് വിരാട് എന്നും, ആ വിരാടിൻ്റെ രൂപം ധരിച്ചവളാണ് ദേവി എന്നും പറയുന്നു. അപ്പോൾ ഇനി 779 നാമം വിരജ. വിഗതമായ രജസ്സോട് കൂടിയവൾ എന്ന് പറയുമ്പോൾ, രജസ് എന്ന് പറയുമ്പോൾ പാപം എന്നർത്ഥം. അപ്പോൾ പാപമില്ലാത്തവൾ, വിഗതമായ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. പാപമില്ലാത്തവൾ എന്നും വിഗതമായ രജസ്, വിഗതമായ പോയ എന്നുള്ള അർത്ഥം. ഇല്ലാതെയായ പാപം എന്ന് പറയുമ്പോൾ പാപമില്ലാത്തവൾ, ഭക്തജനങ്ങളുടെ പാപത്തെ പോക്കുന്നവളാണ് ദേവി എന്നും പറയുന്നുണ്ട്. ഇനി 780 നാമം വിശ്വതോമുഖി എന്ന്. അതായത് വിശ്വത്തിൻ്റെ എല്ലായിടത്തും മുഖമുള്ളവൾ, സർവ്വപ്രപഞ്ചങ്ങളും ദേവിയുടെ ശരീരമാണെന്ന് പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ വിരാട് രൂപ എന്ന് പറയുന്ന അതുമായിട്ട് എന്താ പറയുക, സാമ്യമുള്ള ഒരു നാമമാണ്. വിശ്വത മുഖമുള്ളവൾ, എല്ലായിടത്തും മുഖമുള്ളവൾ, സർവ്വപ്രപഞ്ചങ്ങളും ശരീരമായവൾ. അതാണ് പിന്നെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. സർവത പാണിപാദാന്തേ സർവതോക്ഷി ശിരോമുഖേ സർവതശ്രവണഘ്രാണേ നാരായണി നമോസ്തുതേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലായിടത്തും മുഖവും അക്ഷികളും പാദങ്ങളും ശിരസ്സുകളുമുള്ള ദേവി എന്നർത്ഥം. ഇനി ഭഗവത്ഗീതയിൽ ഭഗവാന്റെ വിശ്വരൂപ ദർശനം ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചാപ്റ്റർ 11 അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് സർവ്വ ആശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭഗവാന്റെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം ആശ്ചര്യമയമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വം മുഴുവൻ ദേവിയാൽ വ്യാപ്തമാണ് എന്നുള്ള സൂചനയാണ് ഈ ഒരു വിശ്വതോമുഖി എന്ന ആ ഒരു നാമത്തിൽ കാണുന്നത്. അപ്പോൾ ഉപാസകൻ ഏത് ദിക്കിൽ നിന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാലും ആ ദിക്കിൽ ഉപാസകനെ അനുഗ്രഹിക്കാൻ ദേവി എത്തുന്നു എന്നും, അങ്ങനെ എല്ലായിടത്തും കണ്ണുകളും മുഖങ്ങളും ശിരസ്സുകളും ഉണ്ട് എന്നും, എല്ലായിടത്തും മുഖമുള്ളതിനാൽ എല്ലാം കാണുന്ന വിശ്വസാക്ഷിണി എന്നുള്ള ഒരർത്ഥമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെയെങ്കിലും പറയല്ലേ അതെല്ലാം കാണുന്ന ഒരാളുണ്ടെന്ന് പറയില്ല. അങ്ങനെ അപ്പോൾ ഭഗവാനെക്കുറിച്ച് പറയുമ്പോഴും ഭഗവതിയെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം കാണുന്ന വിശ്വസാക്ഷിണിയാണ് അല്ലെങ്കിൽ എന്ന് നമുക്ക് ഒരു
അർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗങ്ങൾ 771 മുതൽ 780 വരെയുള്ള നാമങ്ങളാണ്. അതായത് ആ ഭാഗം വരുന്ന ശ്ലോകങ്ങൾ: ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹതിമേരു നിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി. ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമ ജപം ഒരു ശീലമാക്കുന്നത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഈശ്വര ചിന്ത കുറച്ചും കൂടെ നമ്മളിൽ ഉറപ്പിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളകന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാക്കി തരുന്ന ലളിതാ സഹസ്രനാമം പോലെ മറ്റ് സഹസ്രനാമങ്ങളൊക്കെ തന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ ലളിതാ സഹസ്രനാമം സന്ധ്യയ്ക്ക് ജപിക്കുന്നത് നമുക്കൊരു ശീലമാക്കാം, നല്ലതാണ്. അപ്പോൾ ആ ഒരു ദേവിയുടെ ഒരു നാമങ്ങൾ അതിനൊക്കെ പ്രാധാന്യം കൂടി വരുന്ന ഒരു സമയമാണ് ഇനി വരുന്ന കുറച്ച് പൂജ, നവരാത്രി പൂജാക്കാലം. അപ്പോൾ ഈ ഒരു ഇതുവരെ ലളിതാ സഹസ്രനാമ ജപം ശീലമാക്കാത്തവർക്ക് നിങ്ങൾക്ക് തുടങ്ങാനും ഒക്കെ ഉള്ളൊരു നല്ല അവസരമാണ്. അപ്പോൾ പൂജ 9 ദിവസമാണല്ലോ, ആദ്യത്തെ ദിവസം തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു, സരസ്വതി ദേവിക്ക് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.